എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വന്ന മോറിസിനെ അടിച്ച് തോട്ടിലോട്ടിടുന്ന ആസ്തേനെയാണ്. അവിടെ നിന്നും അവനെ എടുത്ത് തന്റെ ബൈൻഡിംഗ് മാജിക് ഉപയോഗിച്ച് കെട്ടിയിടുവാണ് ലൂണറ്റ്സ്. നിങ്ങളുടെ ഈ ബൈൻഡിംഗ് മാജിക്കിൽ നിന്നും അവൻ എങ്ങനെ രക്ഷപ്പെടോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഒരിക്കലുമില്ല, ഈ പരിക്ക് പറ്റി കിടക്കുന്ന ഇവൻ ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് മാത്രമല്ല, അവന്റെ ഗ്രിമോരി എന്റെ കയ്യിലാണുള്ളത്. സോ ഇതേ സമയം ആസ്ത അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു പുല്ലെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മിമോസ തന്റെ പരിക്കിൽ നിന്ന് നല്ല റിക്കവർ ആയി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് മിമോസ അവരോട് പറയുന്നു. ഇതെന്തൊരു അപമാനമാണ്. ഗോൾഡൻ ടൗണിലുള്ള ഞങ്ങൾ ബ്ലാക്ക് ബുൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതെന്നെ കൊണ്ട് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് ലൂണറ്റ്സ്. ശരി, ഈ കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോ ആരാണ് ആദ്യം ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടന്റ്. സോ അത് ഞങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ആ ട്രഷർ ഹാളിലോട്ട് നിങ്ങൾക്കും വരാവുന്നതാണ് എന്ന് ലൂണറ്റ്സ് അവരോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനായ ആസ്ത, ഇവിടെ ആരും ആരുടെയും മുകളിലുമല്ല, ആരുടെ കീഴിലുമല്ല. നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായേനെ എന്ന് ആസ്ത അവനോട് പറയുന്നു. നിന്നോട് ഞങ്ങൾ സഹായം ചോദിച്ചോ? ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ലൂണറ്റ്സ്. ശരി, മതി, നിർത്ത്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് ആ ട്രഷർ ഹാളിലോട്ട് പോകുന്നു. സോ അതിനകത്തോട്ട് പോകാനുള്ള ആ ഡോർ ഇപ്പൊ എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുവാണ് അവർ. അപ്പോഴാണ് ലക്ക് ആ ഡോറിന്റെ അടുത്തോട്ട് ചെല്ലുന്നത്. അതിൽ നല്ല രീതിയിലുള്ള മാജിക് പവർ ഉള്ളതായിട്ട് അവന് മനസ്സിലാവുന്നു. സാധാരണ രീതിയിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് തകർത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. ഇത് കേട്ട് ആസ്ത, അതിനെന്താ, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവന്റെ സോഡും കൊണ്ട് മുന്നോട്ട് വരുന്നു. ഹേയ്, ഏൻഷ്യൻ കാലഘട്ടത്തിലുള്ള മാജിക് പവർ ഉപയോഗിച്ചിട്ടാണ് ആ ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ സോഡ് ഉപയോഗിച്ച് അതിലൊരു പോറൽ പോലും വരുത്താൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുവാണ് ലൂണറ്റ്സ്. എന്റെ സോഡിന് തകർക്കാൻ പറ്റാത്ത മാജിക് പവർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആ ഒറ്റ വേട്ട അങ്ങ് വെട്ടുന്നു. സോ അലുവ കഷ്ണം പോലെ മുറിഞ്ഞു വീഴുവാണ് ആ ഗേറ്റ്. അപ്പോഴാണ് അതിനകത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രകാശം എല്ലാം പുറത്തോട്ട് വരുന്നത്. നോക്കുന്ന സമയത്താണ് ലോഡ് കണക്കിന് സ്വർണം, വൈരം, രത്നം, ഡയമണ്ട്, അതൊക്കെ ഒന്നല്ലേ, അതൊക്കെ അതിനകത്ത് കൊന്നുകൂട്ടി വെച്ചിരിക്കുന്നു. അതൊക്കെ കണ്ട് അവരെല്ലാവരും വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. സോ അങ്ങോട്ട് ഓടിച്ചെന്ന ആസ്ത അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നു. അവരോരോരുത്തരും വളരെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ടെൻഷനായ ലൂണറ്റ്സ്, ഡേയ് നിർത്തടാ, എല്ലാത്തും ഇവിടെ നിന്ന് എടുക്കുന്നതിന് പകരമായിട്ട് കുട്ടികളെ പോലെ കളിക്കുന്നോടാ. ഇത് കേട്ട ആസ്ത, അല്ല മിസ്റ്റർ കണ്ണാടി, നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താ എന്ന് ചോദിക്കുന്നു. എന്റെ പേര് ലൂണറ്റ്സ്, മനസ്സിലായോടോ പീക്കിരിയെ? ഓ മനസ്സിലായി മിസ്റ്റർ കണ്ണാടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ പേര് കണ്ണാടി എന്നല്ലെന്ന്. ഓ, നിങ്ങൾ എന്നെ പീക്കിരി എന്ന് വിളിച്ചില്ലേ, അപ്പൊ ഞാൻ നിങ്ങളെ കണ്ണാടി എന്ന് വിളിക്കും, മനസ്സിലായോ എന്ന് ചോദിച്ച ആസ്തയും ലൂണറ്റ്സ് അവിടെ അടികൂടിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് യൂനോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിൽ ഒരു സാധനം ഇരിക്കുന്നത് കാണുന്നത്. അത് തുറന്നു നോക്കി അവൻ കാണുന്നത് എന്തോ അതിൽ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവന്റെ 4 ലീവ്സ് ക്ലോവറിൽ നിന്നും ഒരു വെളിച്ചം വരുന്നത്. ഇത് കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പറിൽ നിന്നും ആ എഴുത്തെല്ലാം മാഞ്ഞു പോകുന്നു. ഇത് കണ്ട് ലൂണറ്റ്സ് മെമ്മോസ് അവന്റെ അടുത്തോട്ട് വരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ, അതിലെന്താ എന്ന് ചോദിക്കുകയാണ് ലൂണറ്റ്സ്. എനിക്കറിയില്ല, ഇതിലൊന്നുമില്ല എന്ന് യൂനോയും പറയുന്നു. ഇവിടെയുള്ള പല വസ്തുക്കളും അങ്ങനെ പെട്ടെന്ന് കയറി തൊടാനൊന്നും പാടില്ല. പല പല അപകടങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അത് അവിടെ തന്നെ വെക്ക് എന്ന് ലൂണറ്റ്സ് അവനോട് പറയുന്നു. ഇതേ സമയമാണ് നീരോ ആസ്തയെ കൊത്തി കൊത്തി എങ്ങോട്ടോ കൊണ്ടുപോകുന്നത്. നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ ഗോൾഡ് കളറിൽ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. അത് കാണിച്ച് നീരോ എന്തൊക്കെയോ പറയുന്നു. ഇത് കേട്ട ആസ്തയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് മോറിസിന്റെ ഗ്രിമോർ നോക്കിക്കൊണ്ടിരിക്കുന്ന ലൂണറ്റ്സിനെയാണ്. ഇത് കാണാൻ വളരെ വിചിത്രമായിട്ടുണ്ട്. 2 ഗ്രിമോർ ഒരുമിച്ച് വെച്ചതുപോലെയാ. ശരിക്കും ഇവിടെ നടക്കുന്നതൊക്കെ വളരെ വിചിത്രമാണല്ലോ. യൂനോയുടെ കയ്യിൽ 4 ലീവ്സ് ക്ലോവർ ഉണ്ട്, അതുപോലെ അവന്റെ കയ്യിലിരിക്കുന്ന ഗ്രിമോർ അതിതുവരെ ആരും കണ്ടിട്ട് പോലുമില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ലൂണറ്റ്സ് ചിന്തിക്കുന്ന സമയത്താണ് മോറിസിന്റെ ഗ്രിമോർ അവന്റെ കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നത്. സോ പെട്ടെന്ന് ഒരു മാജിക് പവർ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് ലക്കിനും മനസ്സിലാവുന്നു. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന വലിയ ഗേറ്റും ഇടിച്ചു പൊളിച്ച് അങ്ങോട്ടൊരാൾ വരുന്നത്. ഇല്ല, ഒരിക്കലുമില്ല, എന്റെ ബൈൻഡിങ് മാജിക്കിൽ നിന്നും ഇവൻ എങ്ങനെയാ രക്ഷപ്പെട്ടെ? മാത്രമല്ല ഇവൻ അൺകോൺഷ്യസ് ആയിട്ടല്ലേ ഇരുന്നിരുന്നേ, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ റിക്കവർ ആയേ എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് നോക്കുന്ന സമയത്താണ് അവന് ചുറ്റും ഫയർ മാജിക് ഉള്ളതായിട്ട് അവൻ കാണുന്നത്. എന്ത്, ഫ്ലെയിം റിക്കവറി മാജിക്കോ? പക്ഷെ എങ്ങനെ? ഓരോ മജീഷ്യന്റെ കയ്യിലും ഓരോ മാജിക് ആട്രിബ്യൂട്ട് മാത്രമല്ലേ ഉണ്ടാവൂ. മാജിക് മൊത്തം 4 എലമെന്റ്സ് ആണുള്ളത്: ഫയർ, വിൻഡ്, വാട്ടർ, എർത്ത്. ഒരാളുടെ കയ്യിൽ ഇതിൽ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാകൂ. ഓരോ ആട്രിബ്യൂട്ടിലും ഇത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഫയർ വിൻഡിനെതിരെ വളരെയധികം സ്ട്രോങ് ആയിരിക്കും, എന്നാൽ വാട്ടറിനെതിരെ വളരെ വീക്ക് ആയിരിക്കും. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അതിനൊരു ലോ തന്നെയുണ്ട്.
ഇവിടുത്തെ മേജിലുള്ളവർക്ക് ഓരോരു മാജിക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് ഇവൻ ആ ലോ തന്നെ മാറ്റിയിരിക്കുന്നു. ഇവന്റെ കയ്യിൽ 2 തരത്തിലുള്ള മാജിക് ഉണ്ട്. അതുപയോഗിച്ചിട്ടാണ് ഇവൻ അറ്റാക്ക് മാജിക് മുഴുവനായിട്ടും കമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരുപക്ഷെ ഇതെല്ലാം ഡയമണ്ട് കിങ്ഡത്തിന്റെ എക്സ്പെരിമെന്റ് ആയിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് ലൂണറ്റ്സ്. നീ തീർച്ചയായിട്ടും ഒരു നല്ല വാരിയർ ആയിരിക്കും എന്നാ പെൺകുട്ടി പറഞ്ഞത് ഓർക്കുവാണ് മോറിസ്. എന്നോട് ക്ഷമിക്കും മോറിസ്, ഇതാണ് നമുക്കുള്ള ഒരേ ഒരു വഴി, മരിച്ചേ പറ്റൂ. ഇതേ സമയം നോയൽ ആ തീ എങ്ങനെ അണക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് വാട്ടർ മാജിക് ഉപയോഗിക്കുന്നു. എന്ന പെട്ടെന്ന് തന്നെ മോറിസ് അവളെ അടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. താഴെ വീണ അവളുടെ ബോധം പോകുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ മുകളിൽ കൈവെക്കും, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ് തന്റെ സ്വോർഡ് എടുത്ത് ആ സ്ഥാപനം നേരെ ഓടുന്നു. നിന്റെ കയ്യിലുള്ള എബിലിറ്റി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ സ്വോർഡ് നിനക്കെതിരെ വരുന്ന എല്ലാ മാജിക്കിനെയും ക്യാൻസൽ ചെയ്യുവല്ലേ. നിന്റെ ബ്ലേഡിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള മാജിക് എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് മോറിസ് ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സോഡുകൾ അവന് നേരെ പറഞ്ഞു വിടുന്നു. ഇന്ന് വളരെ വേഗത്തിൽ വരുന്ന ആ സോഡുകളെല്ലാം ആസ്ത തടയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് വന്ന് മോറിസ് അവനെ ഒറ്റയടി അങ്ങ് ഇടിക്കുന്നു. തെറിച്ചുപോയ ആസ്ത നേരത്തെ നീരോ കാണിച്ച ആ ചുമരിടിച്ചു പൊളിച്ച് അകത്തോട്ട് അങ്ങ് പോകുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ മുകളിൽ നീ കൈവെക്കും എന്ന് ആസ്ത പറഞ്ഞത് മോറിസ് ആലോചിക്കുന്നു. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രമേ സർവൈവ് ചെയ്യൂ എന്ന് പറഞ്ഞ് മോറിസ് ആസ്തയുടെ അടുത്തോട്ട് വരുന്നു. അപ്പോഴാണ് പരിക്ക് പറ്റിയ നോയലിനെ ഹീൽ ചെയ്തോണ്ടിരിക്കുന്ന മിമോസയെ അവൻ കാണുന്നത്. മറ്റൊരു ഭാഗത്ത് ഇവർ 3 പേരും ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ കുടുങ്ങിക്കിടക്കുന്നു. ഇവളെ ഹീൽ ചെയ്യണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കുമെന്ന് തോന്നുന്നു. പ്ലാൻ റിക്കവറി മാജിക് പ്രിൻസസ് ഹീലിംഗ് ഫ്ലവർ റോബി എന്ന് പറഞ്ഞ തന്റെ പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് മാജിക് യൂസ് ചെയ്യാണ് മിമോസ. എനിക്കറിയാവുന്ന ഏറ്റവും നല്ല ഹീലിംഗ് മാജിക് ആണിത്. ദയവ് ചെയ്ത് നീ ഞങ്ങളെ വിട്ടു പോവരുത്. നോയല, എന്തൊക്കെ സംഭവിച്ചാലും മരണത്തിന് നീ തോറ്റു കൊടുക്കരുത് എന്ന് പറഞ്ഞ് മിമോസ ഒരു കാര്യം ആലോചിക്കുന്നു. പണ്ട് നോയലയും മിമോസയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ താഴെ വീഴുന്നു. എന്തു പറ്റി മിമോസ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിച്ച് നടക്കണമെന്ന് എന്ന് പറഞ്ഞ് നോയൽ അവളെ എഴുന്നേൽപ്പിക്കുന്നു. ചെറുപ്പം തൊട്ടേ മിമോസയ്ക്ക് ഹീലിംഗ് മാജിക് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. റോയൽറ്റിയായ മിമോസയുടെ അതേ പ്രായമുള്ള നോയലിന് അവളുടെ മാജിക് പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കണ്ട് മറ്റുള്ളവരെല്ലാം ഇവളെ വെച്ച് അവളെ കമ്പയർ ചെയ്യുന്നു. അവളെ പോലെയുള്ള ഒരുത്തി റോയൽറ്റി ആണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാ എന്ന് പറഞ്ഞ് നോയലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ. സോ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ട്രെയിനിങ് ചെയ്തിട്ടും അവളുടെ മാജിക് അവളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴും പിന്മാറിയനെ എന്ന് അവളെ നോക്കി ചിന്തിക്കുകയാണ് മിമോസ. നോയല, നീ എന്നെ പോലെ ആയിരുന്നില്ല. ഒരുപാട് ട്രൈ ചെയ്തിട്ടും നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും നീ ഒരിക്കലും തോറ്റു കൊടുത്തില്ല. നിന്നെ കുറ്റം പറഞ്ഞവരുടെയും മാറ്റി നിർത്തിയവരുടെയും മുമ്പിൽ യഥാർത്ഥ നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ നീ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നിന്നോട് ബഹുമാനമായിരുന്നു നോയൽ. ഇതേ സമയമാണ് മോറിസ് അവരുടെ അടുത്തോട്ട് നടന്നു വരുന്നത്. എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രമേ സർവൈവ് ചെയ്യൂ, വീക്ക് ആയിട്ടുള്ളവർ ഇല്ലാതാവും എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് മോറിസ്. ഇതേ സമയമാണ് അടികൊണ്ട് ആസ്ത എഴുന്നേക്കുന്നത്. നോയലുടെയും മിമോസയുടെ അടുത്തോട്ട് മോറിസ് പോകുന്നത് അവൻ കാണുന്നു. അവന്റെ സോഡ് വളരെയധികം വേഗതയുള്ളതും ഭാരം കൂടിയതുമാണെന്ന് മനസ്സിലാക്കിയ മോറിസ് വളരെ വേഗത്തിലായിരുന്നു ആസ്തയെ അറ്റാക്ക് ചെയ്തിരുന്നത്. സോ ഇവന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ അവന്റെ ഫൈറ്റിംഗ് സ്കില്ല് തന്നെ മാറ്റിയിരിക്കുന്നു. അത് തന്നെ വേണം ഞാനും ചെയ്യാൻ. പക്ഷെ എങ്ങനെ? ഇതേ സമയമാണ് നീരോ അവന്റെ അടുത്തോട്ട് പറന്നു വരുന്നത്. പറന്നു വന്ന നീരോ ഒരു സോഡിന്റെ മണ്ടേ കയറിയിരിക്കുന്നു. സോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന സോഡിനേക്കാൾ ഭാരം കുറഞ്ഞ ഒരു സോഡ് ഇപ്പൊ അവന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ കാര്യമായിരുന്നു ആ ചുമരിന് പുറകിലുണ്ടായിരുന്നതെന്ന് ആസ്തയ്ക്ക് മനസ്സിലാവുന്നു. ഇതേ സമയം മോറിസ് ചാവട എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവന്റെ അടുത്തോട്ട് വരുന്നത് ആലോചിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ളവരെ എന്നും സർവൈവ് ചെയ്യൂ, വീക്കായിട്ടുള്ളവർ എപ്പോഴും മരിച്ചു പോകും എന്ന് പറഞ്ഞ് മിമോസയെ നോയലിനെ അറ്റാക്ക് ചെയ്യുവാണ് മോറിസ്. എന്നാൽ പെട്ടെന്നാണ് തനിക്ക് കിട്ടിയ പുതിയ സോഡും കൊണ്ട് ആസ്ത അങ്ങോട്ട് വരുന്നത്. അവർക്ക് നേരെ പറഞ്ഞു വിട്ടിരുന്ന എല്ലാ സോഡും ആസ്ത അങ്ങ് ഇല്ലാതാക്കുന്നു. ഇത് കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കുന്നു. ഈ പുതിയ സോഡ് നിനക്ക് എവിടുന്നാ കിട്ടിയേ എന്ന് മോറിസ് അവനോട് ചോദിക്കുന്നു. അവരെ വെറുതെ വിട്ടേക്ക്, നിന്റെ പുതിയ എതിരാളി ഞാനാടാ എന്നും പറഞ്ഞ് ആസ്ത അവന് നേരെ ഓടുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞ ആസ്ത അവനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. എന്നാൽ അതുകൊണ്ട് മോറിസിന് വലിയ കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും വരുന്നില്ല. എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് മോറിസും അവനെ ഒറ്റയിടി അങ്ങ് ഇടിക്കുന്നു. അവന്റെ അറ്റാക്ക് എല്ലാം എന്നെ കൊണ്ട് തടയാൻ സാധിക്കും, പക്ഷെ അവന്റെ കയ്യിൽ റിക്കവറി മാജിക് ഉണ്ട്. സോ എന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി എന്ത് ചെയ്യും എന്ന് ആസ്ത ചിന്തിക്കുന്ന സമയത്താണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആസ്ത, ഞാനൊരു റോയൽറ്റിയാ, എന്നാ ഒരു സാധാരണക്കാരനായി വന്ന നീ വലിയ കാര്യ ചെയ്ത ആസ്ത. ഇനിയും നീ മുന്നോട്ട് പോണം. അവനെ തോൽപ്പിക്കുന്നത് വരെ നീ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. തോറ്റു കൊടുക്കരുത് ആസ്ത എന്ന് നോയൽ അവനോട് പറയുന്ന സമയത്താണ് നോയലിന്റെ പവേഴ്സ് എല്ലാം അവന്റെ സോഡിലോട്ട് വരുന്നത്. നീ നിന്റെ തോൽവി സമ്മതിച്ചേക്ക്. വീക്കായിട്ടുള്ളവർ ഒരിക്കലും എന്റെ മുമ്പിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാ ഞാൻ കൊന്നുകളയും. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ മറികടന്ന് അവരെ ഒന്ന് തൊട്ടു നോക്കടാ. എന്റെ കയ്യിൽ ഒരു ഡ്രോപ്പ് മാജിക് പവർ പോലും ഇല്ലായിരിക്കാം, പക്ഷെ എന്റെ കൂടെ
എന്റെ ഫ്രണ്ട്സ് ഉണ്ടടാ എന്ന് പറഞ്ഞ ആസ്ത അവന്റെ സോഡ് അങ്ങ് വീശുന്നു. പെട്ടെന്നാണ് അതിൽ നിന്നും ഒരു എനർജി ക്രിയേറ്റ് ആവുന്നത്. മോറിസിന്റെ അടുത്തോട്ട് പോയ ആ എനർജി അവനെ അടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. ഇത് കണ്ട് ലൂണറ്റ്സിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എങ്ങനെ അവന്റെ കയ്യിൽ മാജിക് പവർ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വാട്ടർ ബേസ്ഡ് സ്ലാഷിംഗ് അറ്റാക്ക്. അങ്ങനെയാണെങ്കിൽ നോയലിന്റെ മാജിക് പവർ അവൻ യൂസ് ചെയ്തിരിക്കുന്നു. ആ സോഡിൽ എങ്ങനെയാ ആ പവർ വന്നേ എന്ന് ചിന്തിക്കുവാണ് ലൂണറ്റ്സ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. അപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. അവന് നേരെ വന്ന ഒരു ക്രിസ്റ്റൽ അവന്റെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ ആസ്ത താഴെ വീഴുന്നു. ആസ്തക്ക് എന്തു പറ്റി?